everybody, hello and welcome to my channel in the kitchen with Bindu. അപ്പോൾ ഇന്ന് ഇവിടെ ഏകദേശം ഒരു 5:45 മണിയായിട്ട് ഇന്ന് ബുധനാഴ്ചയാണ്. അപ്പോൾ ഇന്ന് ജോലിയുള്ള ദിവസമായിരുന്നു. അപ്പോൾ ജോലിയൊക്കെ കഴിഞ്ഞു, കുളിയൊക്കെ കഴിഞ്ഞു. ഇപ്പോൾ കിച്ചണിലേക്ക് വന്നതേ ഉള്ളൂ. അപ്പോൾ ഞാനിപ്പോൾ എന്ത് ചെയ്യാൻ പോകണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എല്ലാവർക്കും ഇന്ന് ചൈനീസ് ഫുഡ് കഴിക്കണമെന്ന് ഭയങ്കര ആഗ്രഹം. അപ്പം അന്ന് ഇത്തിരി ഓറഞ്ച് ചിക്കനും ഫ്രൈഡ് റൈസും ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. ജസ്റ്റ് ഡിന്നറിന് വേണ്ടി മാത്രം, അധികമൊന്നുമില്ല, ജസ്റ്റ് കുറച്ച് മാത്രം. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നു വിചാരിക്കുന്നു. അതാണ് കാണിക്കാൻ വേണ്ടി പോണത്. പിന്നെ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തവർക്കും ലൈക്ക് ചെയ്തവർക്കും ഷെയർ ചെയ്തവർക്കൊക്കെ ഒത്തിരി താങ്ക്സ് ഉണ്ട് കേട്ടോ. വലിയ ഗ്രോത്ത് ഒന്നും ഉണ്ടായിട്ടില്ലെങ്കിലും നമ്മുടെ ചാനലിനെ തുടക്കം മുതൽ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും നന്ദി. തുടർന്ന് നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ട് ഉണ്ടാവണം എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇനിയിപ്പോൾ നമുക്ക് ഇപ്പം 5:45 അപ്പോൾ ഒരു 7:30-8 മണിയാകുമ്പോഴത്തേക്ക് എല്ലാവർക്കും കഴിക്കണമല്ലോ. അപ്പോൾ അതിനു മുമ്പ് നമുക്ക് ഇതൊന്ന് ശരിയാക്കി എടുക്കണം. പെട്ടെന്ന് തയ്യാറാക്കാവുന്ന ഒരു വിഭവമാണ്. നമുക്ക് പെട്ടെന്ന് തന്നെ അതെങ്ങനെ ഉണ്ടാക്കണമെന്ന് ഒന്ന് നോക്കാം. അപ്പോൾ നമുക്ക് ഈ ചിക്കൻ ഒന്ന് മാരിനേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇത് 1 കപ്പ് മൈദ മാവാണ് കേട്ടോ. അതിൻ്റെ ഒപ്പം ഞാനൊരു 1.5 കപ്പാണ് മൊത്തം എടുക്കുന്നത്. നമുക്കൊരു 1/2 കിലോ ചിക്കൻ ഉണ്ട് കേട്ടോ. അപ്പോൾ ഒരു 1.5 കപ്പ് മൈദമാവ് എടുത്തിട്ടുണ്ട്. പിന്നെ കോൺ സ്റ്റാർച്ചാണിത്. ഇതും ഏകദേശം ഒരു 1/2 കപ്പ് വേണം. കാരണം എന്താണെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് നമുക്ക് നമ്മുടെ മീറ്റിന് ഒരു നല്ല ക്രഞ്ച് കൊടുക്കുമേ. അപ്പം അതുകൊണ്ട് ഇത് സ്കിപ്പ് ചെയ്യരുത്. ഇത് നമ്മൾ ഈ മൈദമാവ് മാത്രമായിട്ട് ഇട്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ആ ഒരു ടെക്സ്ചർ നമുക്ക് കറക്റ്റായിട്ട് കിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് ഇത് സ്കിപ്പ് ചെയ്യാതെ ഇതും കൂടി ചേർത്തുണ്ടാക്കുകയാണെങ്കിലാണ് ഇത് കറക്റ്റായിട്ട് വരാം. അപ്പോൾ ഇത് 1/2 കപ്പാണ്. 1/2 കപ്പ് കോൺ സ്റ്റാർച്ചും കൂടി ഇതിലിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ നമ്മൾ ഇതിലേക്ക് ആവശ്യത്തിന് ഒരു കണക്ക് കണ്ടിട്ട് ഉപ്പ് ഒരു 1.5 ടീസ്പൂണൊക്കെ ഇട്ട് നോക്കുക. എന്നിട്ട് നിങ്ങൾക്ക് പോരാ എന്ന് തോന്നുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഇട്ട് കൊടുത്താൽ മതി. ഇത് ആവശ്യത്തിന് പെപ്പർ. ഇതിനകത്ത് വേറെ എരിവൊന്നുമില്ല കേട്ടോ. അപ്പോൾ അതുകൊണ്ട് നിങ്ങളുടെ ആവശ്യത്തിനുള്ള, ഇതങ്ങനെ എരിവുള്ളൊരു ഡിഷല്ല. അപ്പോൾ അതുകൊണ്ട് നമ്മളത് നോക്കി ചെയ്യണേ. ഇപ്പോൾ ഏകദേശം നമ്മളിപ്പോൾ ഒരുവിധം നല്ല എമൗണ്ടിൽ നമ്മൾ കുരുമുളക് ഇട്ടിട്ടുണ്ട്. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇത് നമ്മൾ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം വേണം നമ്മുടെ വെറ്റ് ഇൻഗ്രീഡിയൻസ് ആഡ് ചെയ്ത് കൊടുക്കാൻ വേണ്ടി. അപ്പോൾ വെറ്റ് ഇൻഗ്രീഡിയൻസിന് വേണ്ടി ഞാനൊരു മുട്ട ചേർക്കുന്നുണ്ട്. ഒരു ടേബിൾ സ്പൂൺ എണ്ണ ചേർക്കുന്നുണ്ട്. അത് ഞാനിവിടെ സൺഫ്ലവർ ഓയിലാണ് കേട്ടോ യൂസ് ചെയ്യുന്നത്. പിന്നെ നമ്മൾ 3/4 കപ്പ് വെള്ളവും കൂടി ചേർക്കുന്നുണ്ട്. വെള്ളവും കൂടി ചേർത്തിട്ടാണ് ഇത് നമ്മൾ ബാറ്ററാക്കി എടുക്കാൻ വേണ്ടി പോണത്. അപ്പോൾ 3/4 കപ്പ് വെള്ളം മതി. ഞാൻ നിങ്ങൾക്ക് മിക്സ് ചെയ്തതിന് ശേഷം ഞാൻ നിങ്ങളെ കാണിച്ചു തരാം. അപ്പോൾ നമ്മുടെ ബാറ്ററിന് ഈ ഒരു കൺസിസ്റ്റൻസിയാണ് കേട്ടോ വേണ്ടത്. അപ്പോൾ ഞാൻ ഒരു 1/4 കപ്പ് വെള്ളവും കൂടി ഇതിൽ ചേർത്തിട്ടുണ്ട്. അപ്പോൾ 3/4 1 കപ്പ് വെള്ളമാണ് ഇതിൽ മൊത്തമായിട്ട് ചേർത്തിട്ടുള്ളത്. അപ്പോൾ ഇനി ഇതിനകത്തേക്ക് നമ്മൾ കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന ചിക്കൻ ചേർത്ത് കൊടുക്കാം. ഇത് എന്നിട്ടൊരു 20 മിനിറ്റ് മുതൽ അരമണിക്കൂർ വരെ നമുക്കിതൊന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കാം. അതിന് ശേഷം വേണം ഇത് വറുത്ത് എടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ആ നേരം കൊണ്ട് ഇനിയിപ്പോൾ ഞാനൊന്ന് ഫ്രൈഡ് റൈസ് റെഡിയാക്കി എടുക്കാൻ പോവാണ്. നമ്മളപ്പോൾ ഈ ചിക്കൻ റെഡിയാക്കി വെക്കുന്ന നേരം കൊണ്ട് തന്നെ ഞാൻ കുറച്ച് അരി വെള്ളത്തിലിട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഒരു കപ്പ് ബാസ്മതി അരിയാണ് ഞാനത് എന്താ പറയുക, അത് സോക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അതാണിപ്പോൾ ഞാൻ വെള്ളം തിളച്ച് കഴിഞ്ഞപ്പോൾ അത് അരിയിട്ടു. ഏകദേശം റെഡി ആയിട്ടുണ്ട്. അത് ഞാൻ വറുത്ത് റെഡിയാക്കി തണുക്കാൻ വേണ്ടി വെക്കുകയാണ്. അതാണ് ഞാൻ ഫ്രൈഡ് റൈസിന് വേണ്ടി ഉപയോഗിക്കുന്നത്. അപ്പോൾ ഈ അരി തിളയ്ക്കണ നേരം കൊണ്ട് ഞാൻ ആക്ച്വലി പച്ചക്കറിയൊക്കെ കുറച്ച് അരിഞ്ഞ് വെച്ചിട്ടുണ്ടായിരുന്നു. അധികമൊന്നുമില്ല.
ഇതിപ്പോൾ ആ അരി ഊറ്റിയ പാത്രത്തിലേക്ക് തന്നെ കുറച്ച് എണ്ണ ഒഴിച്ച് ഞാൻ 2 മുട്ട അടിച്ച് ഉപ്പും കുരുമുളകും ഇട്ടിട്ട് ഒന്ന് ചിക്കി പൊരിച്ച് വെക്കാൻ പോവാണ്. അത് സൈഡിലേക്ക് മാറ്റി വയ്ക്കണം. അപ്പോൾ ഞാൻ പച്ചക്കറി എടുത്തിരിക്കുന്നത് ഒരു ചെറിയ ക്യാബേജിൻ്റെ ഒരു 1/4 കപ്പ് പോർഷൻ ചെറുതായിട്ട് അരിഞ്ഞെടുത്തത്, 1 ക്യാരറ്റ്, 4 ബീൻസ്, 2 സ്പ്രിംഗ് അനിയൻ, പിന്നെ ഒരു ചുവന്ന സവാളയുടെ ഒരു ചെറിയ കഷ്ണം. അത്രയും സാധനങ്ങളാണ് ഞാൻ പച്ചക്കറിയായിട്ട് ഇതിലിപ്പോൾ ചേർക്കാൻ വേണ്ടി പോണത്. അപ്പോൾ മുട്ട എടുത്ത് മാറ്റി വെച്ചതിന് ശേഷം ഇത്തിരി എണ്ണയും കൂടി ഒഴിച്ച് അതിനകത്ത് ഞാൻ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഇട്ട് ഒന്ന് വഴറ്റിയെടുത്തു. അതിനുശേഷം ഞാൻ ആദ്യം ഇപ്പോൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന ക്യാബേജ് അതിലേക്ക് ഇട്ട് കൊടുക്കാൻ വേണ്ടി പോവാണ്. അങ്ങനെ അധികമൊന്നുമില്ല, ഇപ്പോൾ 1 കപ്പിൻ്റെ അളവിലല്ലേ നമ്മൾ എടുത്തിരിക്കണേ. അപ്പോൾ അതുകൊണ്ട് 1/4 കപ്പ് ക്യാബേജാണ് കേട്ടോ. ഞാൻ ധൃതി വെച്ച് അരിഞ്ഞുകൊണ്ടാണ് കേട്ടോ, അത്ര ചെറുതായിട്ടില്ല. പക്ഷെ എന്നാലും ഇത് പെട്ടെന്ന് അങ്ങ് വഴന്നു വരും, ഒരു ക്രഞ്ചോടുകൂടി. നമ്മൾ ഒത്തിരി അങ്ങ് വേവിക്കുന്നില്ലല്ലോ ഒന്നും. ഇത് 1 ക്യാരറ്റ് ചെറുതായി നുറുക്കിയെടുത്തിട്ടുള്ളതാണ്. അതും ഒന്ന് ഇളക്കിയതിന് ശേഷം നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന ബീൻസ് ചേർത്ത് കൊടുക്കും. അതിനുശേഷം 2 സ്പ്രിംഗ് അനിയനും 1/4 ഭാഗം സവാളയുടെ ഒരു 1/4 ഭാഗം കൂടി അരിഞ്ഞു വെച്ചിട്ടുണ്ട്. അതും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാൻ വേണ്ടി പോവാണ്. അപ്പോൾ ഇത് ഞാനൊരു നന്നായിട്ടൊന്ന് ചിക്കി ഒരു 1.5-2 മിനിറ്റ് മാക്സിമം നന്നായിട്ടൊന്ന് ചിക്കിയാണ് എടുത്തിരിക്കുന്നത്. പിന്നെ ആവശ്യത്തിന് ഉപ്പും കുരുമുളകും ചേർത്തിട്ടുണ്ട് അതിലേക്ക്. അത്രയും ചേർത്ത് നന്നായിട്ട് ഒന്ന് ആ മെയിനായിട്ടുള്ള പച്ചക്കടിപ്പ് മാറിക്കഴിയുമ്പോഴത്തേക്കും അതിലേക്ക് ഞാൻ ചോറിട്ട് നന്നായിട്ടൊന്ന് ഇളക്കാൻ പോവാണ്. കാരണം ഒരുപാട് വെന്ത് പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ അത് ടേസ്റ്റ് ശരിയാവില്ല. കാരണം ചോറിനകത്തും കൂടി ചോറിന് ചൂടുണ്ടല്ലോ, നല്ല ഫ്രഷായിട്ട് വെച്ച ചോറല്ലേ. അപ്പോൾ അത് ഭയങ്കരമായിട്ട് അങ്ങ് വെന്ത് പോകും. ക്യാരറ്റൊക്കെ അങ്ങ് അല്ലാണ്ട് ഉടഞ്ഞു പോയാൽ പിന്നെ കൊള്ളത്തില്ല. അപ്പോൾ അതുകൊണ്ട് ഞാൻ അതും കൂടി ചേർത്തിട്ട് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കാൻ വേണ്ടി പോവാണ് ചോറ്. പിന്നെ ഞാൻ ചേർക്കുന്നത് ചോറിനകത്തേക്ക് ഞാൻ ചോറ് ഇപ്പോൾ ചേർത്തു. നന്നായിട്ടൊന്ന് ഇളക്കി കൂട്ടിയതിന് ശേഷം ഞാൻ 1 ടേബിൾ സ്പൂൺ സോയ് സോസും 1 ടേബിൾ സ്പൂൺ പിന്നെ ചില്ലി സോസ് ഉണ്ടല്ലോ നമ്മുടെ മാഗിയുടെ, അതാണ് ചേർക്കുന്നത്. പിന്നെ ഒരു 1/2 ടീസ്പൂൺ വിനീഗറും ചേർക്കുന്നുണ്ട്. അത്രയും ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് എടുത്തതിന് ശേഷം പിന്നെ നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന മുട്ടയുടെ അതിലേക്ക് ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് ഞാൻ സൈഡിലേക്ക് മാറ്റി വെച്ചു. അപ്പോൾ എൻ്റെ ഫ്രൈഡ് റൈസ് റെഡിയായി. അപ്പോൾ ഈ ചോറ് തയ്യാറാക്കി എടുക്കുന്ന നേരം കൊണ്ട് നമ്മുടെ ചിക്കൻ അവിടെ മാരിനേറ്റഡായി. അപ്പം ഞാൻ ഈ ചോറ് തയ്യാറാക്കി കഴിഞ്ഞിട്ട് ഒരു ചീനച്ചട്ടിയിൽ കുറച്ച് എണ്ണ ഒഴിച്ചിട്ട് അത് അടുപ്പിൽ വെച്ചിട്ടുണ്ടായിരുന്നു ചൂടാകാൻ വേണ്ടി, ഇത് ചെയ്യണതിൻ്റെ ഇടയ്ക്ക് തന്നെ. അപ്പോൾ അതുകൊണ്ട് എനിക്ക് ഒന്ന് തീരുമ്പോൾ തന്നെ മറ്റതും പെട്ടെന്ന് തന്നെ ചെയ്തെടുക്കാമല്ലോ. അപ്പോൾ ചോറൊക്കെ തയ്യാറായിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ മുട്ടയും കൂടി ചേർത്തു. അത് ഇളക്കിയിട്ട് ഞാൻ മാറ്റി വയ്ക്കാൻ വേണ്ടി പോവാണ്. അപ്പം എണ്ണ ആ നേരം കൊണ്ട് നന്നായിട്ട് ചൂടായി. ഞാൻ കുറച്ച് പീസസ് ഓഫ് ചിക്കൻ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ ചിക്കൻ നമുക്ക് ഏത് കളറാണോ വേണ്ടത്, ഒരുപാട് ഡാർക്കായി പോകരുത്. അപ്പം നമ്മൾ ഇത് എടുത്ത് മാറ്റി വെച്ച് കഴിയുമ്പോൾ തന്നെ അത് ഒരു ഷെയ്ഡും കൂടി ഡാർക്കാവും തണുത്ത് കഴിയുമ്പോഴത്തേക്കും. അപ്പോൾ അതുകൊണ്ട് ഏത് കളറാണോ വേണ്ടത് ആ കളറിലാണ്. അപ്പോൾ ഞാനൊരു ഗോൾഡൻ ബ്രൗൺ കളറിലാണ് എടുത്തിരിക്കുന്നത്. ഇതിപ്പോൾ രാത്രി ആയതുകൊണ്ടും ആ ലൈറ്റിൻ്റെ ഒരു ഇതുള്ളത് കൊണ്ടുമാണ് നമുക്കങ്ങനെ ലൈറ്റായിട്ട് തോന്നുന്നത്. പക്ഷേ ആക്ച്വലി അത് ഒരു നല്ല ഗോൾഡൻ കളറിലാണ് നമ്മുടെ ഏത്തക്ക വറുത്തൊക്കെ എടുക്കില്ലേ, അപ്പോൾ അതിൻ്റെ ഒരു കളറിലാണ് ഇപ്പോൾ അതിരിക്കുന്നത്. അപ്പോൾ അങ്ങനെ റെഡിയായി കഴിഞ്ഞപ്പം അത് ഞാൻ എടുത്തു. അപ്പോൾ ഞാൻ 1/2 കിലോ ചിക്കനാണ് എടുത്തതെന്ന് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ. അപ്പോൾ അതുകൊണ്ട് 3 ബാച്ചായിട്ടാണ് ഞാനിത് വറുത്തെടുത്തത്. ഒരുപാട് ഒരുമിച്ചിട്ടിട്ട് കഴിയുമ്പോഴത്തേക്കും പിന്നെ അത് മൂത്ത് വരാൻ ഭയങ്കര താമസമാണ്. അപ്പോൾ അതുകൊണ്ട് 3 ബാച്ചായിട്ട് ഇട്ടിട്ടാണ് ഇത് വറുത്തെടുത്തിട്ടുള്ളത്. അപ്പോൾ ഇത് വറുത്തെടുത്ത് കഴിഞ്ഞിട്ട് കുറച്ച് എണ്ണ ബാക്കി ഉണ്ടായിരുന്നു. അതിൽ നിന്ന് തന്നെ ഇങ്ങനെയാണ് ഇപ്പോൾ എൻ്റെ ചിക്കനൊക്കെ ഇരിക്കുന്നത്. കണ്ടോ, നല്ല ഗോൾഡൻ ബ്രൗൺ കളറിലാണ്. ഒട്ടും ലൈറ്റും അല്ല ഒട്ടും ഡാർക്കും അല്ല ആ കളറിൽ.
അപ്പോൾ ആ എണ്ണയിൽ നിന്ന് തന്നെ 1 ടേബിൾ സ്പൂൺ എണ്ണ എടുത്തിട്ട് ആ എണ്ണ തന്നെ ആ ചീനച്ചട്ടിയിൽ ചൂടാക്കിയതിന് ശേഷം അതിനകത്തേക്ക് ഞാൻ ചുവന്ന മുളക് ചതച്ചെടുത്തിട്ടുള്ളതാണ്, അത് 1 ടീസ്പൂൺ ഇട്ട് കൊടുത്തു. അതിലേക്ക് ഇഞ്ചി ചതച്ചതാണ് ഒരു ചെറിയ കഷ്ണം, അല്ലെങ്കിൽ 1/4 ടീസ്പൂൺ, അതും കൂടി ഇട്ടിട്ട്, അപ്പം നിങ്ങളുടെ ടേസ്റ്റിനനുസരിച്ച് ഇത് അഡ്ജസ്റ്റ് ചെയ്യുക കേട്ടോ. ഇത് കുറച്ച് മധുരമുള്ളൊരു ഡിഷാണ്, അപ്പോൾ നിങ്ങൾക്ക് എരിവും മധുരവും ഒരുപോലെ വരണമെന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാം. ഇതിപ്പോൾ അങ്ങനെയല്ല, ഇതിപ്പോൾ കുറച്ച് മധുരവും പുളിയും എല്ലാം കൂടെ ഒരു മിക്സ് ആയിട്ടുള്ളൊരു ടേസ്റ്റാണ് ഇതിന്. അപ്പോൾ ഈ ഇഞ്ചിയും മുളകും കൂടി നന്നായിട്ടൊന്ന് മൂത്ത് വരുമ്പോഴത്തേക്കും അതിലേക്ക് നമുക്ക് 1/4 കപ്പ് പഞ്ചസാര ചേർത്ത് കൊടുക്കാം. പിന്നെ 1/4 കപ്പ് ബ്രൗൺ ഷുഗറും വേണം ഇതിന്. ഇപ്പം നിങ്ങളുടെ കയ്യിൽ 1/4 കപ്പ് ബ്രൗൺ ഷുഗർ ഇല്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ 1/2 കപ്പ് സാധാരണ പഞ്ചസാര ചേർത്താൽ മതിയാവും. അപ്പോൾ ഈ പഞ്ചസാരയൊക്കെ ഈ മുളകിൻ്റെ ഒപ്പം നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം ഇതിൻ്റെ കീ ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുന്നത് 1/4 കപ്പ് ഓറഞ്ച് ജ്യൂസാണ്. ഞാൻ 1 ഓറഞ്ചിന് പിഴിഞ്ഞ് നീരെടുത്തിട്ടുള്ളതാണ്. ഇനി അഥവാ നിങ്ങളുടെ കയ്യിൽ ജ്യൂസായിട്ടാണ് നിങ്ങൾ ചേർക്കുന്നതെങ്കിൽ അങ്ങനെ ആയാലും മതി. അപ്പോൾ അതിന് 1/4 കപ്പാണ് ഇതിന് വേണ്ടത്. അപ്പോൾ അതിലേക്ക് 1/4 കപ്പ് വിനീഗർ ചേർക്കാം. പിന്നെ ഇതിനകത്തേക്ക് 2 ടേബിൾ സ്പൂൺ സോയ് സോസാണ് വേണ്ടത്. അപ്പോൾ 2 ടേബിൾ സ്പൂൺ സോയ് സോസും നമുക്ക് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് ഇളക്കിയെടുക്കാം. അപ്പോൾ നേരത്തെ പറഞ്ഞ ഇൻഗ്രീഡിയൻസ് എല്ലാം 1/4 കപ്പായിരുന്നു. 1/4 കപ്പ് പഞ്ചസാര, 1/4 കപ്പ് ബ്രൗൺ ഷുഗർ, പിന്നെ സോയ് സോസ് 2 ടേബിൾ സ്പൂൺ, പിന്നെ വിനീഗർ 1/4 കപ്പ്, അങ്ങനെയാണ് നമ്മൾ ഒഴിച്ചത്. ഓറഞ്ച് ജ്യൂസും 1/4 കപ്പായിരുന്നു. ഇതിൻ്റെ റെസിപ്പി ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇടാം. ഇനിയിപ്പോൾ ഇതിൻ്റെ തിക്കനിങ് ഏജൻറ്റ് എന്ന് പറയുന്നത് നമ്മുടെ കോൺ സ്റ്റാർച്ചാണ്. അത് 2 ടേബിൾ സ്പൂൺ വെള്ളത്തിൽ കട്ടയില്ലാതെ നല്ലതായിട്ട് കലക്കി ഇതിലേക്ക് നമുക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇത് ചേർത്ത് കൊടുക്കുമ്പോഴത്തേക്കും ഓറഞ്ചും വിനീഗറും എല്ലാം ഉള്ളത് കൊണ്ട് ഇതിൻ്റെ അടിയിൽ നിന്ന് ഇങ്ങനെ ഒരു ജെലറ്റിനസ് ആയിട്ട് ഇങ്ങനെ ഫോം ചെയ്ത് നല്ല ഗ്ലേസ് ആയിട്ട് ഫോം ചെയ്ത് വരും. അപ്പോൾ ആ ഗ്ലേസാണ് ശരിക്കും ഈ ചിക്കനിൽ കോട്ട് ചെയ്യുന്നത്. അപ്പോൾ നല്ല ടേസ്റ്റിയാണ്. അതുപോലെ വിനീഗറിൻ്റെയൊക്കെ ആ ഒരു രുചിയും എല്ലാം കൂടെ ബ്ലെൻഡ് ചെയ്ത് വരുമ്പം വളരെ നല്ല ടേസ്റ്റിയാണ് ഈ ചിക്കൻ. അപ്പം ഇപ്പം നിങ്ങൾക്ക് കാണാൻ കണ്ടോ, അടിയിലൊക്കെ തിക്കായിട്ട് വരുന്നുണ്ട് കണ്ടോ, ആ ജെലറ്റിൻ വെളിച്ചമുള്ളത് കൊണ്ടാണ് നിങ്ങൾക്ക് അങ്ങനെ കാണാനായിട്ടൊരു ബുദ്ധിമുട്ട് പോലെ തോന്നുന്നത്. എന്നിട്ട് ഇതിനകത്തേക്ക് വറുത്ത് വെച്ചിരിക്കുന്ന ചിക്കനെല്ലാം ഇട്ട് നന്നായിട്ട് കോട്ട് ചെയ്തെടുക്കാം. അപ്പം ഇപ്പോൾ തന്നെ നമ്മൾ ഇടുമ്പോൾ തന്നെ നല്ല കിളികിലാന്നുള്ള ശബ്ദം കേട്ടോ, നല്ല ക്രഞ്ചിയാണ് ഈ ചിക്കൻ, ഭയങ്കര ടേസ്റ്റിയാണ്, വെറുതെ കഴിക്കാനും ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് ഞാനിനി വേറൊരു പാത്രത്തിലേക്ക് ഇതൊന്ന് മാറ്റി വയ്ക്കാൻ വേണ്ടി പോവാണ്. അപ്പോൾ ഈ സമയമായപ്പോഴത്തേക്കും ഏകദേശം 7:45 കഴിഞ്ഞ് 8 മണിയോടടുത്തു. അപ്പോൾ 2 മണിക്കൂർ കൊണ്ട് നമ്മുടെ ഫ്രൈഡ് റൈസും ഓറഞ്ച് ചിക്കനും തയ്യാറായിട്ടുണ്ട്. അപ്പോൾ ഞാൻ ജോഷയുടെ അടുത്ത് ടേബിളൊന്ന് സെറ്റ് ചെയ്യാൻ വേണ്ടി പറഞ്ഞിരുന്നു, കഴിക്കാൻ വേണ്ടി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമ്മളെല്ലാം എടുത്ത് വെച്ച് കഴിക്കാൻ വേണ്ടി പോവാണ്. അങ്ങനെ വെറുതെ ഒരുപാട് ഫാൻസി ആയിട്ടൊന്നുമില്ല, ജസ്റ്റ് ചിക്കനും ഫ്രൈഡ് റൈസും മാത്രമേ ഉള്ളൂ. പിന്നെ സാലഡോ അങ്ങനെ എന്തെങ്കിലും വേണമെങ്കിൽ നമുക്ക് ഉപയോഗിക്കാം. പക്ഷേ അത് സാലഡൊന്നും ഇതിൻ്റെ കൂടെ അങ്ങനെ പോവില്ല ഓറഞ്ച് ചിക്കൻ്റെ കൂടെ. അപ്പോൾ അതുകൊണ്ട് ഇതാണ് നമ്മൾ അന്ന് രാത്രി ഡിന്നറിന് വേണ്ടി കഴിച്ചത്. അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും റെസിപ്പി ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമ്മുടെ ഫ്രൈഡ് റൈസും ഓറഞ്ച് ചിക്കനും ഉണ്ടാക്കി കഴിഞ്ഞു. ഇത് ഈ ഓറഞ്ച് ചിക്കന് പ്രത്യേകത എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് ഭയങ്കര ക്രഞ്ചിയാണ്, നമ്മൾ ആ കോൺ സ്റ്റാർച്ചും കൂടെ ചേർത്ത് ഉണ്ടാക്കുന്നുണ്ട്. അപ്പം ഞാനൊന്ന് കഴിച്ചോട്ടെ. ഇത് ആക്ച്വലി കടയിൽ നിന്ന് വാങ്ങിക്കുന്നതിന് ഒരു സ്റ്റെപ്പിലും മേളിൽ നിൽക്കും ഈ ഓറഞ്ച് ചിക്കൻ. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾക്ക് അറിയാലോ എന്താ ചെയ്യേണ്ടത്, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ ഇതുപോലെ ഒരു നല്ല വീഡിയോയുമായി ഇനിയും കാണുന്നവരെ എല്ലാവർക്കും ബൈ.